ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മരുന്ന് പുറത്തുനിന്ന് വരുത്തിയതാ. അധികം നാൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അച്ഛാ, ഈ ഗോകുലേട്ടൻ കള്ളക്കളിയാ. ബോൾ വെച്ചിട്ടേ ബുഷ് ബുഷ് എന്ന് കാണിക്കുക. ഞാൻ കളിക്കുന്നില്ലേ ഈ ഗോകുൽ ചേട്ടന്റെ കൂടെ. നീയല്ലേ കള്ളക്കളി? ആരാ? ഞാനോ? ഞാനാണോ? ആരോ ഞാനാണോ കള്ളക്കളി കാണിച്ചേ? എന്റെ ബോൾ താ. തരൂല. മര്യാദയ്ക്ക് ബോൾ തരേ. തരൂല. 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 ബോൾ തരാനല്ലേ പറഞ്ഞേ? തരൂല. തരൂല. എന്റെ ബോൾ താ. എന്താ മോളെ? ഗോകുലേട്ടൻ കള്ളനാ. രണ്ടാളും തല്ലുകൂടല്ലേ? ഗോകുലെ, മോളെ കരയിപ്പിക്കാതെ ബോൾ കൊടുക്ക്. ബോളാ ഇപ്പൊ കിടക്കാവേ. അച്ഛാ നോക്കിയേ. മോള് വിളിക്കുക കേട്ടോ. ഒരു കാറ് വരുന്നുണ്ടല്ലോ മാധവേട്ട. ഡോക്ടറാ? അമ്മ അന്ന് രാത്രി നോക്കിയ ഡോക്ടർ. ഡോക്ടറെ ആരും വിളിച്ചില്ലല്ലോ ചന്ദ്രു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടറെ. ഡോക്ടറെ ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആരും വിളിച്ചിട്ട് വന്നതല്ല. ഇടയ്ക്ക് മുത്തശ്ശി ഒന്ന് നോക്കണമെന്ന് ജഗൻ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. സമയം കിട്ടിയപ്പോ എന്നാ വന്നെന്ന് നോക്കിട്ട് പോവാന്ന് കരുതി. അതിനെന്താ സന്തോഷം. ഡോക്ടറിന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ? ഒന്നും വേണ്ട. അകത്തേക്ക് വന്നാട്ടെ. ഈ ഡോക്ടർ ആരാടി വിളിച്ചത്? എനിക്കറിയില്ല. ആര് വിളിച്ചാലും കൊള്ളാം, വിളിച്ചവര് തന്നെ പൈസ കൊടുത്തേക്കണം. നാശം. കറങ്ങിത്തിരിഞ്ഞ് എന്റെ തലയിൽ തന്നെ വരുമോ എന്തോ. ഇവിടെയാണെങ്കിൽ ജഗനും ഇല്ല. വിളിച്ചു വരുത്തിയവരൊക്കെ സമയാവുമ്പോ കൈമലർത്തി കാണിക്കും. നിന്റെ ഒരു കാശുണ്ടോടി? എന്റെ കാശൊന്നുമില്ല. ഓ എന്റെ ഒരു വിധിയേ. ആൾക്കിപ്പോ ഒരുപാട് മാറ്റമുണ്ട്. പരിശ്രമത്തിന് ഫലം കാണുന്നുണ്ട്. മീനാക്ഷിക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ഒരുപാട് പ്രോഗ്രസ് കാണുന്നുണ്ട്. മീനാക്ഷി ഗുഡ്. ഇപ്പോ മുത്തശ്ശിയുടെ കൈക്കും കാലിനും ഒക്കെ രക്തയോട്ടം കൂടുന്നതിന് വേണ്ടി ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം. ഈ ഇഞ്ചക്ഷനൊക്കെ കോസ്റ്റ്ലി അല്ലേ ഡോക്ടറെ? അതെ, ഈ ഇഞ്ചക്ഷൻ മെഡിസിന് കുറച്ച് വില കൂടുതലാ. ഈ വയസ്സുകാലത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഡോക്ടറെ? ഞാൻ പറഞ്ഞത് ഈ ചിലരുടെ ബോഡിയിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല, അതാ. ഇതിന്റെ വിലയോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.
ഇതൊരു മെഡിസിൻ കമ്പനി പുതിയതായിട്ട് ഇറക്കിയ മരുന്നാ. ഇത് തികച്ചും സൗജന്യമാ. സൗജന്യ മെഡിസിൻ ആണോ? എങ്കിൽ എത്ര ഡോസ് വേണമെങ്കിലും ആയിക്കോ. ബോളിങ് താ. ബോൾ താ. തരാൻ. തരാനല്ലേ പറഞ്ഞ? ഈ മരുന്ന് പുറത്തുനിന്ന് വരുത്തിയതാ. അധികം നാൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളായ കുറച്ച് മര്യാദയൊക്കെ വേണ്ടേ? എത്ര വില പിടിച്ച മരുന്നാണെന്നറിയോ താഴെ വീണ് പൊട്ടിയത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് നടക്കണമെന്ന്? അലന്നൊരെണ്ണം വന്ന് കേറിയിട്ടുണ്ടല്ലോ. പ്രകാശ, അവര് കുട്ടികളല്ലേ? കുട്ടികളായ കുറച്ച് മാനേഴ്സ് ഒക്കെ വേണം. അടക്കി ഒതുക്കി വളർത്തണം ഇതിനൊക്കെ. അല്ലെങ്കിൽ ഇതൊക്കെ നാടിന് ബാധ്യതയായി മാറും. സോറി ഡോക്ടർ, ഈ മരുന്നിന് എത്ര വിലയായിന്ന് പറഞ്ഞ ഞങ്ങളിത് വാങ്ങിച്ചു തന്നോളാം. ഉപയോഗിക്കാത്ത മരുന്നിന് ഒരു 5 പൈസ പോലും കൊടുക്കില്ല. കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഡോക്ടറെ, ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനം. ഗോകുലേട്ടനെ വരക്ക് പറയില്ലേ സുചിത്ര ആന്റി? ദിയമോൾ എല്ലാത്തിനും കാരണം. അവരെ വഴക്ക് പറയണ്ട. അവരെങ്കിലും പരസ്പരം സ്നേഹിച്ചു വളരട്ടെ. മാനത്തെ കൊട്ടാ